Are you ready to master funding and unlock new opportunities? Scan this QR code for details on our exclusive Funding Mastery program and explore more transformative programs on our website. Don't miss your chance to elevate your financial journey and start your path to success. വെൽക്കം എവരി വൺ. നമുക്കിവിടെ ഫണ്ട് റേസിംഗ് സ്റ്റോറി പറയാനുള്ളത് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. റോബിൻ ഹുഡ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് US-ലാണ്. അപ്പോൾ തുടങ്ങിയത് തന്നെ ഈ മെൽനോ പാർക്ക് ഇതിൻ്റെ ഒരു 2013 ഫിൻടെക് ഫൈനാൻഷ്യൽ ടെക്നോളജി സെക്ടറായിരുന്നു. അപ്പോൾ ഇവരുടെ ഇവർ ജനത്തിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഏജൻറ്റിന് കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ ഇതിന് പകരം നേരിട്ട് ആർക്കും ഒരാപ്പിലൂടെ നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാവുന്ന, വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഡെമോക്രാറ്റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന കമ്മീഷൻ ഫ്രീ സ്റ്റോക്ക് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസാണ് തുടങ്ങിയത്. അവർ പറയുന്നതിന് ഇതാണ് അവരുടെ മിഷൻ ടു ഡെമോക്രാറ്റൈസ് ഫിനാൻസസ് ഫോർ ഓൾ. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയത് ഈ വ്ലാഡ് ടെനവ് ആൻഡ് ബൈജു ഭട്ട്, ഈ രണ്ടു പേരാണ് ഈ കമ്പനി തുടങ്ങിയത്. ഇപ്പോൾ റോബിൻ ഹുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ ഫീസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് സ്റ്റോക്ക് ട്രേഡിങ്ങിനകത്ത്. അപ്പോൾ അവർ ഈ ആക്സസ് ടു എവരി വൺ റിഗാർഡ്ലെസ് ഓഫ് ദി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതായിരുന്നു അവരുടെ മെയിൻ ത്രസ്റ്റ് ഏരിയ. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഇയർലി ചാലഞ്ചസ് അവർക്ക് വന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇത് നടക്കുമോ, ഒരു സ്കെപ്റ്റിസിസം, സംശയം, പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് പ്ലേയേഴ്സിൽ നിന്നും നല്ല കോമ്പറ്റീഷൻ. അപ്പോൾ ഈ ഓബ്സ്റ്റക്കിൾസ് എല്ലാം അവർ നേരിട്ടു. അപ്പോൾ ഒരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പായിട്ട് സീറോ കമ്മീഷൻ ഇൻ ട്രേഡിംഗ്. അപ്പോൾ അത് നല്ല അട്രാക്ഷനായി, വളരെ ഒരു ടെക് സാവിയായി യങ്ങർ ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് ഒരുപാട് പേര് വന്നു. അപ്പോൾ അവിടെ ഈ ഫണ്ട് റേസിംഗ് ജേണി ഇവർ ആദ്യം തുടങ്ങുന്നത് ഫസ്റ്റ് ഇതിൽ തന്നെ സീഡ് ക്യാപിറ്റൽ എന്ന് പറയാം $3 മില്യൺ 2013. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ അവർ 13 ബില്യൺ 2014. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ അവർ 110 മില്യൺ അവർ ഇത് ചെയ്തു. 110 മില്യണാണ് ബി റൗണ്ട് എന്ന് പറയും, ബി റൗണ്ട്. അപ്പം സി റൗണ്ടിൽ അവർ 2017 സി റൗണ്ടിൽ 1.3 ബില്യൺ ആണ് അവർ ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തത്. അപ്പോൾ അങ്ങനെ അവർ ഒരു യൂണിക്കോണായി. അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത് സെക്കോയ ക്യാപിറ്റൽ, പിന്നെ അൻഡ്രീസൺ ആൻഡ് ഇവരൊക്കെയാണ്, അൻഡ്രീസൺ ഹൊറോവിറ്റ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടാക്കാനും സ്കെയിലപ്പ് ചെയ്യാനും പോസ്റ്റ് ഫണ്ടിങ് ആയിട്ടുള്ള റോബിൻ ഹുഡിൻ്റെ ഗ്രോത്തിന് വേണ്ടി സഹായിച്ചത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരു 5 ലക്ഷം ആൾക്കാരൊക്കെയാണ് 2014 വരെ ഇതിനകത്ത് യൂസേഴ്സായിട്ട് കയറിയത്. പക്ഷേ 2018 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 6 മില്യൺ പീപ്പിൾ യൂസേഴ്സായിട്ട് വന്നു. പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല, അവരങ്ങ് വളർന്നു. അപ്പോൾ ക്രിപ്റ്റോ കറൻസി അവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. റോബിൻ ഹുഡ് ഗോൾഡ് എന്ന് പറഞ്ഞ് തുടങ്ങി. എക്സ്പാൻഡിങ് ദർ സർവീസസ് ടു മീറ്റ് യൂസർ നീഡ്സ്. അപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോം വലുതാക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2017 അവർ ഈ യൂണിക്കോൺ സ്റ്റാറ്റസ് കൈവരിക്കുന്നത്. യൂണിക്കോൺ സ്റ്റാറ്റസ് കൈവരിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഈ യൂണിക്കോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതൊരു മിത്തിക്കൽ ക്രീച്ചറാണ്. ഒരിക്കലും നമ്മൾ ലോകത്തിലൊരിടത്തും കാണാത്ത പറക്കുന്ന കുതിര എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ യൂണിക്കോൺ എന്നത് പേര് വരാൻ കാര്യം വളരെ റെയർ ഓഫ് ദ റയറസ്റ്റ് ആയിരുന്നു പണ്ട് കാലത്തെ ഈ ഒരു കമ്പനി യൂണിക്കോൺ ആകുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പം അത് പിന്നെ കുറച്ചുകൂടെ സർവ്വസാധാരണമായി ടെക് ഇൻഡസ്ട്രിയിൽ, ഫിൻടെക്കിൽ, ഹെൽത്തിലൊക്കെ ഇങ്ങനെ ഒത്തിരി യൂണിക്കോൺസ് വരാൻ തുടങ്ങി. അപ്പോൾ $1 ബില്യൺ അവർ
പിന്നെ അസറ്റായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ ആകുമ്പോഴാണ് യൂണിക്കോൺ ആകുന്നത്. അപ്പോൾ ഈ സാധാരണ ഇതിൻ്റെ ക്യാപിറ്റൽ എടുക്കുന്നത് സീഡ് ക്യാപിറ്റൽ. ആന്ത്രപ്രണറുടെ കയ്യിൽ ക്യാപിറ്റൽ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ സീഡ് ക്യാപിറ്റലൊക്കെ പലപ്പോഴും 2-3 മില്യണൊക്കെ ആയിരിക്കും. അപ്പോൾ സീഡ് ക്യാപിറ്റൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്നത്. അത് കൂടുതലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും രണ്ടും കൽപ്പിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ടെക്നോളജിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് നല്ല മാർക്കറ്റിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീഡിൽ ഭയങ്കര കുറച്ച് കിട്ടും ഇൻവെസ്റ്റേഴ്സിന്. റൗണ്ടിൽ അല്പം കൂടുതലായിരിക്കും, എന്നാലും അധികം കൂടത്തില്ല. അതിന് ബി റൗണ്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എത്രമാത്രം ഇവർ നേടുന്നുണ്ട് അതനുസരിച്ച് അവരുടെ ഷെയർസിൻ്റെ വില കൂടും. സി റൗണ്ട് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് യൂണിക്കോണിൻ്റെ അടുത്തെത്തുന്ന സമയമാണ്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവർ വാല്യൂ നേടിയിട്ടുള്ളത് അനുസരിച്ചായിരിക്കും ഈ ഷെയറിൻ്റെ വില വരുന്നത്. ഈ റൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അവർ IPOയ്ക്ക് പോകുന്ന ആ സ്റ്റേജിൽ തന്നെ ഉള്ളൊരു സ്റ്റേജാണ്. അപ്പം അങ്ങനെയാണ് ഈ റൗണ്ട്, ബി റൗണ്ട്, സി റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ യൂണിക്കോൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവരുടെ അച്ചീവ്മെൻറ്റ്, അപ്പം അച്ചീവ്മെൻ്റ് ഒരു വലിയ പാഠമായി തീർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിയലി ഡെമോക്രാറ്റൈസിങ് ഫിനാൻസ് ആൻഡ് ഷെയർ ട്രേഡിങ്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ വിഷൻ, അവർ ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയെ റെവല്യൂഷണലൈസ് ചെയ്തു. അപ്പോൾ ഈ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്സസിബിൾ ടു എവരി വൺ, എല്ലാവർക്കും. അപ്പോൾ അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വളരെ മുന്നോട്ട് തന്നെ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് പിന്നെ എല്ലാ റെഗുലേറ്ററി ഇതും പാലിച്ചുകൊണ്ട് ചലഞ്ചസ് നേരിട്ടുകൊണ്ട് തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഈ ഫൗണ്ടേഴ്സ് ടെന്യൂ ആൻഡ് ബട്ട് ഇവർ പെർസിസ്റ്റൻ്റ് ആയിരുന്നു. അവർക്ക് ഒത്തിരി ആദ്യ ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ പറ്റി, എന്നിട്ടും വളരെ പെർസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ റിയൽ കസ്റ്റമറിലേക്ക് തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ ബിൽഡിങ് എ സ്ട്രോങ്ങർ ടീമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് അപ്പോൾ അവർ നമുക്ക് ആന്ധ്രാപ്രദേശിൽ തരുന്നൊരു അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് യുവർ വിഷൻ എന്നാണ്. അഡാപ്റ്റ് ആൻഡ് കീപ്പ് ആൻഡ് ഇറ്ററേറ്റിങ്. നമ്മൾ എവിടെ നിൽക്കുന്നു അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ഇവരിന്ന് അഡ്രസ്സ് ചെയ്ത കസ്റ്റമർ പോയിൻറ്റ്സ്, പെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈ ബാരിയേഴ്സ് ടു എൻട്രി ഇൻ ദി ക്യാപിറ്റൽ, ഇപ്പോൾ ഇൻവെസ്റ്റിങ്ങിനകത്ത്. അപ്പോൾ അവിടെ വരുന്ന കമ്മീഷൻസിനെ റോബിൻഹുഡ് എലിമിനേറ്റ് ചെയ്തു, ബ്രോക്കറേജ് ഫീ. അപ്പോൾ കോംപ്ലക്സ് പ്ലാറ്റ്ഫോംസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലായി. അക്സസിബിലിറ്റി എവരി വൺ വിത്ത് എ കമ്മീഷൻ ഫ്രീ ട്രേഡിംഗ്. പിന്നെ മറ്റൊരു കാര്യം, ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതൊരു ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. എന്ത് ചെയ്യുന്നു എന്ന് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു നേരത്തെ. പക്ഷേ ഇവർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ട്രാൻസ്പെറൻസി കൊണ്ടുവന്നുള്ള ട്രസ്റ്റ് വന്നു. പിന്നെ അവർ അതിൻ്റെ പ്രൈസിങ്ങും എല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ അവർക്ക് ട്രസ്റ്റ് പെട്ടെന്ന് ഇടപാടുകളുടെ ട്രസ്റ്റ് നേടിയെടുക്കാൻ പറ്റി. അപ്പോൾ ഹിഡൻ ഫീസ് ഒന്നും ഇല്ലാതായി തീർന്നു. പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ ബ്രോക്കേഴ്സുമായിട്ട് ഒരുപാട് മാറ്റം. അപ്പോൾ ഇവർ മാറ്റിയെടുത്ത പ്രശ്നം ലിമിറ്റഡ് ആക്സസ് ടു ഫൈനാൻഷ്യൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാറിക്കിട്ടി. അപ്പോൾ ഈസി ടു യൂസ് മൊബൈൽ ആപ്പ് വിത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ റോബിൻഹുഡ് ആർക്കും എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതിൽ വന്നു. പിന്നെ അവരിപ്പോൾ അടുത്ത കാലത്ത് അവർ ചെയ്തിരിക്കുന്നത് AI ഒരുപാട് ഉപയോഗങ്ങൾ. അപ്പോൾ AI സപ്പോർട്ടോടുകൂടി, ആ സർവീസോടുകൂടി നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് കാലമായിട്ട് ലാഭമുള്ള കമ്പനികളിൽ മാത്രം അവരുടെ ആപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കും ആപ്പ് ഇതുമായിട്ട് വാങ്ങുകയും വിൽക്കുകയും നമുക്കതനുസരിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം ഇവരിൽ നമ്മൾ പഠിക്കേണ്ട ഫണ്ട് റൈസിങ്, നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷനായിരുന്നു. ഈ ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞ വാക്ക് മലയാളികൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ നമ്മൾ പിടിച്ചിരിക്കുന്ന മാമൂലുകളൊക്കെ വിട്ട്, പഴയ ആചാരങ്ങളൊക്കെ വിട്ട് വളരെ പുതുമയോടും ഇന്നോവേറ്റീവായിട്ട് ചെയ്യുക എന്നാണ് ഈ ഡിസ്റപ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക്. പഴയതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് ഇവർ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷനായിരുന്നു ഇവർ കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇവർ നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനെ തന്നെ അവർ ടോട്ടലി വ്യത്യാസമാക്കി. ഇൻഡസ്ട്രി ഇൻവെസ്റ്റേഴ്സിനെ മുഴുവൻ ഇവർ അട്രാക്ട് ചെയ്ത്. പിന്നെ ഇപ്പം 6 മില്യൺ ഇൻവെസ്റ്റേഴ്സൊക്കെ അതിനകത്ത് കയറി ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞ്, അമേരിക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആകെ പോപ്പുലേഷൻ തന്നെ 30 കോടിയേ ഉള്ളൂ. അതിനകത്തുനിന്നാണ് ഏതാണ്ട് 1 കോടി അടുപ്പിച്ച് ആൾക്കാർ ഇതിനകത്ത് കയറി. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്റ്റെബിലിറ്റി ആൻഡ് ഫോക്കസ്, സ്ഥിരതയുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ആർ
ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് വേണ്ടുന്ന റാപ്പിഡ് ഗ്രോത്ത് കൊടുക്കാനായിട്ട് വളരെ ക്ലിയർ പ്രോഡക്റ്റ് മാർക്കറ്റ്, അപ്പോൾ യങ്ങർ ജനറേഷന് അവർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് റോബിൻഹുഡിന് കഴിഞ്ഞു. പിന്നെ അവർക്കൊരു വളരെ സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടാക്കാനായിട്ട് പറ്റി. പിന്നെ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഫിനാൻസസ്, അപ്പോൾ അവർ എപ്പോഴും അവർ റെസൊണേറ്റ് ചെയ്യാൻ പറ്റിയ പിന്നെ ഈ ഫിനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ആണെങ്കിലും സോഷ്യൽ ഇമ്പാക്റ്റും ഒക്കെ അതിൽ കൂടെ അവർ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവർക്ക് കിട്ടിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോബിൻഹുഡ് എന്ന് പറഞ്ഞ കഥ തന്നെ അറിയാമല്ലോ. നമുക്ക് റിച്ച് ആൾക്കാരിൽ നിന്നും, കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം പറഞ്ഞാൽ റിച്ച് ആൾക്കാരിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് റോബിൻഹുഡിൻ്റെ കഥയ്ക്കകത്തുള്ളൊരു ഇത് തന്നെ. അപ്പോൾ എന്തു പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരിലേക്ക് എത്തി. അപ്പം ഫണ്ടിങ് ഫ്രം ദ ട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ്, അവിടെ നമുക്ക് പ്രധാനമായിട്ട് സക്കോയ ക്യാപിറ്റൽ വളരെ കാര്യമായിട്ട് അവർ ചെയ്തു. അപ്പോൾ ഇവർ നമുക്ക് ഈ ഫണ്ടിങ്ങിൻ്റെ രീതികൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്തെല്ലാം ചെയ്യാനെല്ലാം സക്കോയ ക്യാപിറ്റൽ കൂട്ടുനിന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കാനായിട്ട് ഇവർ സ്റ്റാറ്റസ് കോയിൽ നിൽക്കാതെ ആ അവസ്ഥ അവർ ടോട്ടലി ഡിസ്റപ്റ്റ് ചെയ്തു, മാമൂലികൾ തട്ടിക്കളഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇൻഎഫിഷ്യൻസീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിച്ചു, ഇന്നൊവേറ്റീവ് സൊല്യൂഷൻസ് കൊടുത്തു, ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്തു, കസ്റ്റമർ എക്സ്പീരിയൻസ് വളരെ കൂട്ടി. ഇപ്പോൾ പിന്നെ റോബിൻഹുഡ് ചെയ്തത് നമുക്ക് ഈ സാധാരണഗതിയിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഒരു ആസ്പിറേഷൻസ് ഉള്ള യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ നന്നായിട്ടൊരു സർവീസ് കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ വളരെ ഒരു സിംപ്ലിസിറ്റി ആയിരുന്നു ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ. ആർക്കും ചെയ്യാം, ഇന്നൊവേറ്റീവായിട്ട് ചെയ്യാം, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഇത് പ്രായമായ ആൾക്കാരും റോബിൻഹുഡ് പ്ലാറ്റ്ഫോം അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വളരെ, നമ്മളിപ്പം ആമസോൺ എന്ന് പറയുന്നത് പോലെ അലിബാബ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥാപാത്രമാണ്, സ്റ്റോറിയാണ് റോബിൻഹുഡ് എന്ന് പറയുന്നത്. അതിനെ അവർ ശരിക്കും മുതലാക്കി. അപ്പോൾ അവിടെ ആ ഒരു പേര് തന്നെ ഷാഡോ ബ്രാൻഡിങ് ആണ്, അതിൻ്റെ ഷാഡോയിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഡേറ്റ വളരെ നന്നായിട്ട് അവർ ഉപയോഗിച്ചു, സ്കെയിലബിലിറ്റി അതുകൊണ്ട്. അപ്പോൾ ഡെലിവറി സ്റ്റാറ്റസ് കസ്റ്റമേഴ്സിന് അപ്പം തന്നെ അറിയാനായിട്ട് പറ്റി. അപ്പോൾ ട്രസ്റ്റ് ക്രൂഷ്യലായിട്ട് എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് പിടിച്ചെടുക്കാനായിട്ട്, നേടിയെടുക്കാനായിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് പറ്റി. പിന്നെ റെഗുലേഷൻസ് എല്ലാം പാലിച്ച് തന്നെ അവർക്ക് പോകാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു കമ്പനിയായിട്ട് നിങ്ങൾ വരുവാണ്, ഡിഫറെൻ്റ് ആശയമായിട്ട് വരുമ്പോൾ അവിടെ നിങ്ങളിത് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇന്ത്യയിലുള്ള നിങ്ങൾക്ക് ഫണ്ട് ചെയ്തു തരാൻ പറ്റിയ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇടപെടണം, അവരാരൊക്കെയാണ്, അവരിൽ ആരാണ് നല്ല ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് 4 days പഠിക്കാനുണ്ട്, വിശദമായിട്ട് നമുക്ക് 4 days പഠിക്കാനുണ്ട്. അത് നമ്മൾ 4 days പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ ഈ പ്രസൻറ്റേഷൻ സ്കിൽസിനെ കുറിച്ചൊരു ഫുൾ ഡേയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സക്സസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലൈഫ് ലൈനുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാനും, ഇതിനകത്ത് ഐദർ QR കോഡ് കാണും അല്ലെങ്കിൽ നമ്പർ കാണും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലൈഫ് ലൈനുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് പറ്റാവുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.